അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് വീഡിയോ കാണാനിടയിൽ തീർന്നു. ഒന്ന് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെയും പിന്നെ മറ്റൊരു ഒരു സിസ്റ്ററേയും വീഡിയോ കാണാനെടുത്തിരുന്നു. NHS ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് പോയിട്ട് ഒരാൾ കൂട്ടുകാരനെ കൊണ്ട് പോയതും ഒരാൾ സ്വന്തമായിട്ട് പോയതുമായ വീഡിയോ കാണാനിടയിൽ തീർന്നു. അപ്പൊ ആ വീഡിയോ രണ്ടിലും കണ്ടതിന് ശേഷം വേറൊരാൾ ആ വീഡിയോയ്ക്ക് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടേക്കുന്ന കണ്ടു. അപ്പൊ എനിക്ക് ഈ നെഞ്ചുവേദനയായിട്ട് പോയത് കൊണ്ട് എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഞാൻ ആ നെഞ്ചുവേദനയായിട്ട് പോയ സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ പോയ സമയത്ത് എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യം കഴിഞ്ഞു. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് എൻ്റെ ECG എടുത്ത് ഞാൻ പുറത്ത് തിരിച്ചു വന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അതുപോലെ ആവണം അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും അതുപോലെ ആവണം എന്നില്ല. പിന്നെ ഞാൻ അപ്പൊ എന്തുകൊണ്ടാണ് നോക്കി, ഞാൻ സിസ്റ്റത്തിലോട്ട് നോക്കി. ഒരു ഇന്ത്യൻ ഡോക്ടറായിരുന്നു എന്നെ നോക്കിയത്. അപ്പൊ നോക്കിയ സമയത്ത് എൻ്റെ പേരിന്റെ അവിടെ റെഡ് കളറാണ് കിടന്നത്. അവിടെ ആംബിയൻ കളറും കണ്ടു, ഞാൻ യെല്ലോ കളറും കണ്ടു, അത് പിന്നെ സാധാരണ രീതിയിൽ കിടക്കുന്ന കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും രോഗത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നെഞ്ചുവേദന അല്ലെങ്കിൽ കാലൊടിഞ്ഞതോ കൈ ഒടിഞ്ഞതോ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് തോന്നുന്നു. ഓരോ സാഹചര്യങ്ങൾ നോക്കിയാണല്ലോ അല്ലെ, അത് നോക്കിയിട്ടാണ് അവർ വിളിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ചില ആൾക്കാർ നമ്മളെക്കാളും മുമ്പ് 2-3 മണിക്കൂർ മുമ്പേ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്നെ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് വരുവാനായിരുന്നു. പിന്നെ ആ ഒരു സിസ്റ്റർ വീഡിയോ കാണാണ്ട് പുള്ളിക്കാരി പോയി ദേഷ്യപ്പെട്ടെന്നോ അപ്പം പിന്നെ അവർ വന്ന് ചെക്ക് ചെയ്തെന്നോ അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലൊന്നും വന്ന് ആരും ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അനുഭവം ഉള്ളതാണ്. ദേഷ്യപ്പെട്ടൊന്നും അല്ല, നമ്മൾ പോയി പറഞ്ഞാൽ പോലും അവർ മൈൻഡ് ചെയ്യാറില്ല. അവർ ആ രീതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അവര് നമ്മൾ എത്ര സംസാരിച്ചാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ അവസരമാകുമ്പോൾ നിങ്ങളെ വിളിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ചേട്ടൻ മറ്റൊരാൾ പറയുന്നുണ്ട്, രാത്രി പോയി 4 മണിക്കൂർ ഞങ്ങൾ അവിടെ കാത്തിരിക്കേണ്ടി വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും ഡോക്ടറെ കാണണമെങ്കിൽ 4 മണിക്കൂർ ഇരിക്കണമെന്നൊക്കെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെഞ്ചുവേദനയായിട്ട് ചെല്ലുന്ന ആൾക്കാരെ അത്രയും നേരം ഒന്നും ഇരുത്താറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആണെന്ന് അവർക്ക് മനസ്സിലായി കാണും. അത് തോന്നിയപ്പം പെട്ടെന്ന് ഗ്യാസ് ആവാനുള്ള സാധ്യത അവർ ചോദിച്ച സമയത്ത് ഗ്യാസ് ആണെന്നുള്ള കാര്യം അവർക്ക് കൺഫേം ആയതുകൊണ്ടായിരിക്കും അവരവിടെ ഇരുത്തിയത്. പിന്നെ ഈ എമർജൻസി പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഇടയ്ക്ക് ഞങ്ങൾ എമർജൻസി പോയിരുന്നു. അത്യാവശ്യമല്ല, വേറെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അത് ഏതാണ്ട് 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോയിട്ട് അതുപോലെ അവരും 3-5 മണിക്കൂർ ഇരുന്നിട്ട് മെഡിസിൻ ഒന്നും കിട്ടാതാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ മെഡിസിൻ ഒന്നും കിട്ടുമെന്നും പറഞ്ഞിട്ടൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും മെഡിസിൻ കിട്ടാറില്ല. അതുപോലെ എമർജൻസി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒരു ദൂരം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു സംഭവം ഇവിടെ 4 മണിക്കൂർ 5 മണിക്കൂർ അവരെടുത്ത് അവിടെ ഇരുത്തി ഇതൊക്കെ സാവധാനം ഇനി നാളെ നിങ്ങൾ വരില്ലെന്നുള്ള ലക്ഷണത്തോടു കൂടി ഇരുത്തി തന്നെയാണ് അവർ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് തന്ന് മരുന്നൊന്നും ഇല്ലാതെ പുറത്തോട്ട് വിടുന്നത്. അപ്പം NHS അത്ര നല്ല ഗംഭീരമൊന്നും അല്ല. പക്ഷെ ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ വേറൊരു കാര്യം, അപ്പോയിന്റ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കറക്റ്റ് 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നെ കിട്ടുന്നുണ്ട്. അത് ഒരു 5 മിനിറ്റ് പോലും അവർ ലേറ്റ് ആക്കാറില്ല. ആ കാര്യങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന സമയത്തൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മുടെ നാട്ടിൽ പോലും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിന് മുമ്പിലുള്ള പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒത്തിരി സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എന്തിനാ അവരെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് എടുത്താണോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കയറാൻ പറ്റും. അങ്ങനെയുള്ള ഗുണമുണ്ട്. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുവാണെങ്കിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അപ്പം NHSനെ കുറിച്ച് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവരെല്ലാം പറയുന്നത് പോലെ ഒന്നും അല്ല. ചില ആൾക്കാർ റീച്ചിന് വേണ്ടി പറയുന്നുണ്ട്, ചില ആൾക്കാർ വെറുതെ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞതുപോലെ അത്ര NHS നല്ല ഗംഭീരമൊന്നും അല്ല. ഹെൽത്ത് കെയർ എപ്പോഴും നല്ലത് നമ്മുടെ നാട്ടിലാണ്. അത് ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്. ഹെൽത്ത് കെയർ എപ്പോഴും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ബെറ്റർ. ഇതെന്റെ അഭിപ്രായമായ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.